ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടീസിന് എന്തൊക്കെയാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടതെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നവർക്ക് നാടൻ ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലതരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള റൈസുകളാണ് ഞാൻ എപ്പോഴും കൊടുത്തു വിടാറുള്ളത്. എങ്കിൽ തന്നെ ഞാൻ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇതുപോലുള്ള ലഞ്ച് ബോക്സ് മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം എങ്കിലാണല്ലോ അവർക്കും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. നമ്മളൊക്കെ പണ്ട് കൊണ്ടുവരുന്ന പോലുള്ള അത്രയും കറികളൊന്നും അതൊന്നും ഇവർ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല, എന്നാലും ഞാൻ മാക്സിമം കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ഞാൻ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പം നല്ല നാടൻ ചൂടുള്ള കുത്തരി ചോറിട്ടു. അതിൻ്റെ കൂടെ ചിക്കൻ്റെ ലെഗ് പീസാണ് കൊടുത്തത്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. സാധാരണ എയർ ഫ്രൈ ചെയ്യാറുണ്ട്, ഇന്നിപ്പോൾ നല്ല വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തത്. പിന്നെ അവർക്ക് നല്ല നെല്ലിക്ക അച്ചാർ കൊടുത്തു. പിന്നെ ഇവർക്ക് ഗ്രീൻ പീസിൻ്റെ ആ ഒരു കറി ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസ് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത പോലെ എടുക്കുമല്ലോ, അപ്പോൾ അതധികം ചാറില്ലാതെ നല്ല കുറുക്കിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സ് ആയിട്ട്. ഇന്ന് ടിഫിനായിട്ട് നല്ല ഹെൽത്തി ടിഫിനാണ്. ഇന്ന് ബോയിൽഡ് ബനാന അല്ലെങ്കിൽ ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തു. അപ്പോൾ ഒരാൾക്ക് അതിങ്ങനെ കട്ട് ചെയ്തും കൂടെ കൊടുത്തു. നല്ല പഴുത്ത ഏത്തപ്പഴമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി പഴുത്തതായിരുന്നു. മറ്റേ ആൾക്ക് തൊലിയോടുകൂടെ വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു സോസേജും പിന്നെ ഒരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസും കൊടുത്തു. അതിൽ കുരുമുളകും ഉപ്പും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൊടുത്തു വിട്ടു കേട്ടോ. കുറച്ചേ കൊടുത്തു വിട്ടുള്ളൂ. അവർക്കത് ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.